ഒരു യഹൂദ സംസ്കാരത്തിൽ നിന്ന് പ്രയോഗിക്കാൻ പാടില്ലാത്ത ഒരു പ്രയോഗമാണ്. അന്ന് ഇന്നും പുരുഷന്മാരുടെ പേരോട് ചേർത്താണ് മക്കളുടെ പേര് ഉച്ചരിക്കാറ്. ആ ഒരു സംസ്കൃതി നാം ഇന്നും തുടരുകയാണ്. പക്ഷെ ഇവിടെ ആദ്യമായി വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു അമ്മയുടെ പേരിനോട് ചേർന്ന് ഒരു പുത്രൻ അറിയപ്പെടുകയാണ്. ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുവാനും ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളുടെ ആ വലിയ അനുഭവത്തെ ഇകഴ്ത്തി കാണിക്കുവാനുമായി ആ സമൂഹം ഉപയോഗിച്ച പേരാകാം ഇവൻ മറിയാമിൻ്റെ മകനല്ലോ എന്ന്. പക്ഷെ പിൻകാലത്തെ ചരിത്രവും പിൻകാലത്ത് ആത്മീയതയും പിൻകാലത്ത് അനേകം ആളുടെ ജീവിത അനുഭവങ്ങളും സാക്ഷ്യപ്പെടുത്തി ഇവൻ മറിയാമിൻ്റെ മകൻ തന്നെയാണ്. ഒരമ്മയുടെ വ്യക്തിത്വത്തോടെ ചേർത്ത് അടയാളപ്പെടുത്തിയ ശ്രേഷ്ഠനായ പുത്രൻ.